കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡർ സമരത്തിനിടെ സംഘർഷമുണ്ടായി. റോഡ് ഉപരോധിച്ച സമരക്കാരും നാട്ടുകാരും പോലീസുമായി വാക്കേറ്റമുണ്ടായി. 2021 തങ്ങൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഷമീർ അബ്ദുൾ ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. ഷമീർ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസുകാർക്ക് നേരെ ആക്രമണം നടത്തിയത് ആരാണ്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? പത്മ, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവങ്ങൾ കൊട്ടാരക്കരയിൽ നടക്കുന്നത്. കൊട്ടാരക്കരയിൽ ഇവർ ആദ്യം പ്രതിഷേധവുമായി എത്തി. അതായത് 2021 ഇവർക്കൊരു കേസ് ഉണ്ടായിരുന്നു. അതിന്റെ സമൻസ് ഈ അടുത്ത സമയത്താണ് അവർ കൈപ്പറ്റിയത്. അത് കള്ളക്കേസാണ്. ആ കേസ് പോലീസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവർ ഈ കൊട്ടാരക്കര ടൗണിൽ നടത്തിയത്. ആദ്യഘട്ടത്തിൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്കും പിന്നീട് SP ഓഫീസിലേക്കും നടന്നു നീങ്ങിയ ഈ ട്രാൻസ്ജെൻഡർ സംഘം പിന്നീട് റോഡിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇവർ ഏതാണ്ട് പോലീസിനോട് പ്രകോപന രീതിയിൽ പെരുമാറി. പിന്നീട് പോലീസ് സംയമനം പാലിച്ചിരുന്നു. പക്ഷേ 1 മണിക്കൂറിലധികം ഓയൂർ കൊട്ടാരക്കര പാത ഇവർ ഉപരോധിച്ചതോടുകൂടി ആ റോഡിൽ ഗതാഗത തടസ്സത്തിൽ ഏർപ്പെട്ട ആളുകൾ തന്നെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടണമെന്ന് വാഹനം ഈ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഒരു ഇരുചക്ര വാഹനക്കാരൻ എത്തുന്നതും കാണാം. പക്ഷേ അയാളെ ഉൾപ്പെടെ ഈ ട്രാൻസ്ജെൻഡറുകൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് തടയാനെത്തിയ പോലീസുകാരെ ലാത്തി പിടിച്ചു വാങ്ങി അവരുടെ തലയടിച്ചു പൊട്ടിക്കുകയും കടകളിലിരുന്ന സോഡാക്കുപ്പികൾ എടുത്ത് എറിയുകയും ചെയ്തു. കൊട്ടാരക്കര CA അതുപോലെ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.